അപ്പോൾ നമുക്കിനി കേവിലേക്ക് പോവാം. അടിപൊളിയായിട്ടുള്ള നല്ല സൈസായിട്ടുള്ള അരാപ്പായ്മയാണ്. അപ്പുറത്തെ പിടിക്കാനുള്ള ഗ്രില്ലും കമ്പിയും കയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. കണ്ടാ, ഇവർക്ക് വേണമെങ്കിൽ കയറാം, വേണ്ടെങ്കിൽ കയറണ്ട. എൻ്റെ ഒന്നുമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത് പോട്ട പനമ്പള്ളി കോളേജിൻ്റെ അടുത്തുള്ള കൗതുക പാർക്കിലേക്കാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ. നിങ്ങൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് പോട്ടയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന ഈ റൂട്ടാണ്. ഈ റൂട്ടിൽ പനമ്പള്ളി കോളേജ് വരെ വന്നു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് ലെഫ്റ്റിൽ കോളേജിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു വഴി കാണാം. ചെറിയൊരു വഴിയാണ്. ആ വഴിക്കാണ് നമ്മൾ ഈ കൗതുക പാർക്കിൽ പോകുന്നത്. നമ്മുടെ കൗതുക പാർക്കിൻ്റെ ഓണറാണ് വർക്കിച്ചേട്ടൻ. അപ്പോൾ വർക്കിച്ചേട്ടൻ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരും. തീർച്ചയായിട്ടും. എൻ്റെ പേര് വർക്കി വെളിയത്ത്. നമ്മളുടെ വീടാണ് ഈ കാണുന്നത്. വീടിനോടനുബന്ധിച്ച് 1 ഏക്കർ കൃഷി സ്ഥലം നമുക്ക് പൂർവിക സ്വത്തായിട്ട് കിട്ടി. അപ്പോൾ ആ കൃഷി സ്ഥലത്തിനെ ഞാൻ നേച്ചർ കൺസർവേഷൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നേച്ചറിനെ മാത്രം കൺസർവ് ചെയ്യല്ല, അതിൽ കുറേ സബ്ജക്റ്റുകൾ കൾച്ചർ, നേച്ചർ, ആർട്ട്, അഗ്രികൾച്ചർ, പോയട്രി, സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇൻഫർമേറ്റീവ് ടൂറിസം, സുവോളജി, ബോട്ടണി, ഇക്കോളജി, തോളജി, എക്സെട്ര. ഇത്രയും സബ്ജക്റ്റുകളെ അതിൽ കേന്ദ്രീകരിച്ചും കൊണ്ട് 23 വർഷം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്ത ഒരു സ്ഥലമാണ് കൗതുക പാർക്ക്. അപ്പോൾ ഇതിനകത്ത് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഗുഹകളും കുളങ്ങളും മത്സ്യങ്ങളും ഏർമാടങ്ങൾ, പണ്ടത്തെ മുനിയറ, കൊടക്കല്ല്, നന്നങ്ങാടി, വലിയ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏർമാടങ്ങൾ, വേരുകൊണ്ട് പാലം, കോണി, വാക്കിംഗ് ട്രീ, വാക്കിംഗ് ബാമ്പു, പിന്നെ മത്സ്യങ്ങൾ ഏകദേശം 16ഓളം കുളങ്ങളായിട്ട് ചെയ്തേക്കുന്നതിൽ വെറൈറ്റി മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ 2.5 അടി, 3 അടി, 5.25 അടി, 5.5 അടി ഒക്കെ വലുപ്പമുള്ള അരാപ്പായ്മ മത്സ്യം, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇക്കോസിസ്റ്റം, ഇതൊരു മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവജാലങ്ങളെ കൂട്ടിലടക്കിയ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവരെ ജീവിക്കാനുള്ള അവകാശം കാട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവർ വളരുന്നത്. അപ്പോൾ കൂടുകളുണ്ട്, കൂടുകൾ വീടുകളാണ്. അത് സാധാരണഗതിയിൽ അത് തുറന്നു വെച്ചേക്കുന്നതാണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അകത്തേക്ക് പോകാം, പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോകാം. അതായത് ഫുൾ അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ചവറടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാട് എങ്ങനെയാണോ അതുപോലെയാണ് സംരക്ഷിക്കുന്നത്. പിന്നെ ഇത് 2002 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്പൊ ഈ ഡിസംബറിലേക്ക് വീണ്ടും 23 വർഷമാണല്ലേ. ഇവിടുന്ന് എന്തോരം ഉണ്ട് ഏരിയ? ഇത് ഈ വീടിരിക്കുന്ന സ്ഥലം അടക്കം 1 ഏക്കർ സ്ഥലമാണ്. പിന്നെ കേരളത്തിന്റെ ഷേപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഈ കേരളത്തിന്റെ അതേ ഷേപ്പിലാണ് കിടക്കുന്നത്. 50% കേരളത്തിന്റെ പണ്ടത്തെ അവസ്ഥകളിലേക്ക് ഞാൻ കൊണ്ടുവന്നു. 50% എന്റെ സ്വന്തം ക്രിയേഷനുകളാണ്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്. കണ്ടില്ലേ, ഈ മരത്തിനെ മുകളിൽ വെച്ചിട്ട് വേര് താഴ്ത്തി ഇറക്കിയേക്കുന്നതാണ്. അപ്പൊ ഈ വേര് വേണം വളം വെള്ളം സ്വയം താഴ്ത്തുന്ന മുകളിലുണ്ട്. അതെ, മരത്തിന്റെ വേരാണ്. അപ്പൊ ഈ വേര് വേണം വളം വെള്ളം സ്വയം താഴ്ത്തുന്ന മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടില്ല. ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടോ? അത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അതായത് ഇപ്പൊ ഇതിൽ സഞ്ചാരികളായിട്ട് വരുന്നവർക്ക് സ്കൂളാണെങ്കിൽ 1.5 മണിക്കൂർ കുഴപ്പമില്ല. ഫാമിലി അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വരുമ്പോ 1 മണിക്കൂർ സമയം, 1 മണിക്കൂറല്ലേ കൊടുക്കണത്. പിന്നെ ഞങ്ങളാണ് കറങ്ങി കാണിച്ച് ഞങ്ങൾ പോയി വരാം. ഓക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ശരിക്കും എന്താ പറയാ, ഒരു കാട്ടിലേക്ക് വന്ന ഒരു പ്രതീതിയാണ്. അതേപോലെ കാട്ടിലെ മൃഗങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മൾ നാടൻ രീതിയിലുള്ള തന്നെ, പക്ഷെ നല്ല രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ തിന്നാനായിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. എന്തേലും ഒന്നുമില്ല, ഫീഡിങ് അലൗഡും അല്ല. പിന്നെ ഇതേ മൺകുടം കൊണ്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയുമായി ഇണങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ആൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മൺചട്ടി, അതുപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. അതുപോലെ കോഴികളുടെ വെറൈറ്റികളൊക്കെ ഉണ്ട്. തൊപ്പിക്കോഴികൾ, അതുപോലെ കാലുമ പൂടുള്ള കോഴികളൊക്കെ ഉണ്ട്. തൊപ്പിക്കോഴി തന്നെ മറ്റേ കറുത്ത ടൈപ്പ് കോഴിയാണ്. അതായത് കരിങ്കോഴിയൊക്കെ ഉണ്ടല്ലോ, കരിങ്കോഴീനെ ആ ഇനത്തിൽപ്പെട്ട കോഴികളൊക്കെയാണ്. കണ്ടുകഴിഞ്ഞാൽ അറിയാം. നമ്മുടെ വാർത്ത നമ്മളെ എന്താ പറയുക, എന്തോ തീറ്റ തന്നെയാണ് എന്താണെന്നറിയില്ല, ഡിസർവ് ചെയ്യുന്നുണ്ട്. രസാട്ടാ, കളക്കൊക്കെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക, ഈ ഒരു ഏരിയയിലൊക്കെ അടിപൊളി കൂളിംഗ് ആണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതാണ്. ഇപ്പോൾ ജാതി നിൽക്കുന്നുണ്ട്, അതുപോലെ കുറേ മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും നല്ലൊരു കൂളിംഗ് ആണ് ഈ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഈ കാണുന്നതാണ് ഒരു ബൊട്ടാണിക്കൽ മിറാക്കിൾ എന്ന് പറയുന്നത്. അതായത് ഈ മരത്തിൻ്റെ ഈ വേരുണ്ടല്ലോ, ഒരു 35 മീറ്റർ, ഈ കാണുന്ന 35 മീറ്ററോളം ഇത് നീളത്തിലേക്ക് ആൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രാവൊക്കെ ഇരിക്കുന്നുണ്ടോ, അത് കയറുണ്ട്. അത് കൂടാണ്ടുള്ളതാണ് എൻ്റെ വേര് എന്ന് പറയുന്നത്. ഏകദേശം 35 മീറ്ററോളം നീളത്തിൽ ആളതിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ വേരുകളൊക്കെ എന്താ പറയുക, നമുക്ക് ലോങ്ങിലേക്ക് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പരീക്ഷണങ്ങളും ഇങ്ങനെയൊക്കെയാണ് ആൾ ഓരോന്ന് ചെയ്യുന്നത്. അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രോത്തിനൊക്കെ സംബന്ധിച്ച് അതിൻ്റെ ഇനങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെയും പറഞ്ഞ പോലെ ഈ ഒരു കേജിലും കോഴിയുണ്ട്, പ്രാവുണ്ട്, അതേപോലെ ഗിനിപ്പന്നിയും മുയലും എല്ലാം കൂടിയുണ്ട്. എല്ലാ ജീവികളും നന്നായിട്ട് ഇണങ്ങി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോണത് ഇവിടെ ഒരു പോണ്ട് കേവ് ഉണ്ട്. ആ കേവിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ ലെഫ്റ്റിലായിട്ട് തന്നെ ചെറിയൊരു ഗിനിപ്പ എന്നതിൻ്റെയൊക്കെ ആയിട്ടാണ് ഒരു ചെറിയൊരു കൂടുണ്ട്. ഉണ്ടാ ഇതൊക്കെ ഗ്രില്ലൊക്കെ വെച്ച് കല്ലൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേവിലേക്ക് ഒന്ന് പോയി നോക്കാം. കേവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. കേവിലേക്ക് ഉള്ളിലേക്ക് പോകേണ്ട ഒരു പോണ്ടൊക്കെ ഉള്ളതാണ്. ഇതാണ് പോണ്ട്. ഈ കുളത്തിൽ കണ്ട മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട്. ബ്ലാക്കും വൈറ്റും അരാപ്പയും ഇതിൽ കാണാനില്ല, വേറെ പോണ്ടിലായിരിക്കും. പിന്നെ ഈ പോണ വഴിയൊക്കെ നല്ല രസമുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയ ഒക്കെ നല്ല കൂളിംഗ് ആണ്. അപ്പോൾ നമുക്കിനി കേവിലേക്ക് പോവാം. നല്ല റെഡായിട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കൂളിംഗ് ഉണ്ട്. ഇത് വരണതും ഒരു ചെറിയൊരു പോണ്ടിലേക്ക് തന്നെയാണ്. ഇതിലും കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അടിപൊളി മീനുകളൊക്കെ ഇതിലും ഇട്ടിട്ടുണ്ട്. ഇവിടെ പോകുന്ന കഴിയുമ്പോൾ നമുക്കിവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഊഞ്ഞാലാടാം. അടിപൊളി ഒരു ഊഞ്ഞാലാട്ടാ. 2-3 ആൾക്കൊക്കെ സുഖമായിട്ടിരുന്ന് ആടാം. ഇവിടുത്തെ ഒരു കേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാം ഓപ്പണാണ്. ഇവർക്ക് വേണമെങ്കിൽ കയറാം, വേണ്ടെങ്കിൽ കയറണ്ട. കണ്ട, എല്ലാം ഓപ്പണാണ്. എല്ലാത്തിനും തുറന്നു വിട്ടേക്കാണ്. ഫുൾ സ്വാതന്ത്ര്യം എല്ലാ ജീവികൾക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയ കണ്ട നല്ല തണലും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് കാമൻ കോയിട്ടുമാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ തന്നെയാണ്. അതേ നമ്മുടെ ഇവിടെ ഒരു സുന്ദരക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. സുന്ദരക്കുട്ടനാണോ കുട്ടിയാണോ എന്നറിയില്ല. അടിപൊളി ഒരു കോഴി, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോഴാണ് ഒരു സംഭവം. അതായത് ഒരു കുടം വെച്ച പോലെ വലിയൊരു കുടം. ഇതിൻ്റെ ഉള്ളിലാണ് പണ്ട് കാലത്ത് ആളുകളൊക്കെ ഈ വയസ്സായിട്ടൊക്കെ മരിക്കുന്ന ആളുകളുടെ ശവശരീരങ്ങളൊക്കെ വെച്ച് ഇതിന് മുകളിൽ വലിയ കല്ലൊക്കെ കയറ്റി വയ്ക്കുന്ന പറയണേ. അതാണ് ചരിത്രം പറയണമെന്ന് പറയണേ. അതിന് നന്നങ്ങാടികൾ എന്നൊക്കെ ഒരു പേര് പറയുന്നു. കൊള്ളാമല്ലേ? ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ പോലും കിട്ടില്ല. ഇതാണ് ആൾ പറഞ്ഞ ഒരു സഞ്ചരിക്കുന്ന ചെടി എന്ന് പറയുന്നത്. 16 വർഷമായിട്ട് 4 പേരുടെ സഹായത്തിൽ മാത്രം അന്തരീക്ഷത്തിൽ നിലകൊണ്ട് ശിഖിരങ്ങൾ 4 ദിശയിലേക്കും വേരൊന്ന് സഞ്ചരിക്കുന്ന അതിശയിപ്പിക്കുന്ന ആകാശച്ചെടി ഫിക്കസ് നാസിഡ. ഇതിൻ്റെ വേരുകൾ എന്ന് പറയുന്നതാണ് ഈ ചുറ്റുള്ളത്. ഈ 4 നടുവിലുള്ളത് ഒരു പില്ലറാണ്. അതിനെ താങ്ങി നിർത്താനായിട്ട് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നത്. ഇത് സഞ്ചരിക്കുന്നതാണ് പറയണത്. 10-16 വർഷമായിട്ട് ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊള്ളാമല്ലേ അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ. അതേപോലെ ഇവിടെ അടിപൊളി ഒരു അക്വേറിയം ഉണ്ട്. നല്ലൊരു ടാങ്ക് ഉണ്ട്, ഫിഷ് ടാങ്ക്. ഇതിലൊരുപാട് വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര കാണാൻ പറ്റണമെന്നില്ല. വള്ളിമുള ഉണ്ടല്ലോ, സാധാരണ മുളയല്ല, വള്ളി പോലെ ഇങ്ങനെ പടർന്നു പോണ മുള, അതാണ് ഈ കാണുന്നത്. ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. ഇതിന് മുകളിലൊക്കെ ആയിട്ട് ഉണ്ടാ, ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൂടാണ്ട് ഈ ഒരു ടാങ്കിൽ അടിപൊളി ഒരു ആഫ്രിക്കൻ മൊഴി ഉണ്ട്. നല്ല സൈസുള്ളൊരു ആഫ്രിക്കൻ മൊഴി. നോക്കി ആൾ വിശ്രമിക്കാൻ കിടക്കാം. അടിപൊളി ഒരു മുയൽ ഉണ്ടാ വിശ്രമിക്കലുണ്ട. എല്ലാത്തിനും തുറന്നിട്ടേക്കാം. നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കുളിർമ കിട്ടുന്നുണ്ട്. കുളിർമല്ല, അത്യാവശ്യം നല്ലൊരു തണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വഞ്ചിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓടാത്ത വഞ്ചിയാണ്. തുഴയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തുഴയുള്ള സംഭവം. പക്ഷേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ, നല്ല ഹില്ലായിട്ടുള്ളൊരു ഏരിയയാണ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുള്ള ഏരിയ ഒക്കെ ഒരു ടവർ പോലെ നമുക്ക് കാണാം. കണ്ടോ, ഈ ഏരിയ എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ഏരിയകളൊക്കെ ഒരു ടവർ പോലെ എല്ലാം നമുക്ക് കാണാം.
നമ്മുടെ വലിയൊരു ഫിഷ് കുളം കാണുന്നുണ്ട്. നമുക്ക് ഇനി ആ കുളത്തിൻ്റെ വശത്തേക്ക് ഒന്ന് പോയോക്കാം. നമ്മുടെ പണ്ടത്തെ കാലത്തെ പുറ്റുകൾ, അതായത് ഈ കാടുകളിലൊക്കെ അതുപോലെ കാവുകളിലൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള പുറ്റുകൾ ഇപ്പോഴത്തെ തലമുറ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കൂടുതലും കാടുകളിലേക്കാണ് ഇതേപോലെ പുറ്റുകൾ കാണാറുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പും അതുപോലെ ഈ പറഞ്ഞ സർപ്പക്കാവുകൾ, ഇതിലേക്കാണ് ഇങ്ങനത്തെ പുറ്റുകൾ കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ആൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, കുറേ മീനുകളുണ്ട്. ഏകദേശം ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ഫിഷ് ടാങ്ക് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് സെൻറ്ററിൽ കൂടെ വഴി കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ കടക്കാനൊക്കെ ആയിട്ട്. ഇതിലും ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി മത്സ്യങ്ങൾ കാണുന്നുണ്ട്. കുളമൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരുണ്ട്, പഴയ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുപ്പി, അതേപോലെ ചെറിയ ചട്ടികൾ, പൊട്ടി ചട്ടികളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് അവർ എടുത്തിട്ടുള്ളത്. ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ നടക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഈ മൊയിലും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ട ഈ ഒരു ഏരിയയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ നടക്കുന്ന സമയത്ത് കെയർ ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാലൊക്കെ അവരുടെ മേൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടിപൊളി ഒരു മുളങ്കാട് പോലെ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടാ കുറേ മുളയുണ്ട്, അത്യാവശ്യം 100 മുളയിൽ മേലുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ജബൽ കേവ്, അതായത് ഈ കുന്നിലും കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഗുഹാനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ആളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും അടിപൊളി ഒരു ഗുഹയുണ്ട്. പിന്നെ താഴ്ന്ന് പോകണം, ഫുള്ളായിട്ട് നീർന്ന് നിൽക്കാൻ പറ്റില്ല. ഇത് വരുന്നതും ചെറിയൊരു കിണർ പോലെ ചെറിയൊരു കുളത്തിലേക്കാണ്. ഈ മരമാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ വേരുകളൊക്കെ കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇതിൻ്റെ വേര് തന്നെയാണ്. കണ്ട എത്ര വലിയ വേരുകളാണ്. ഈ വേരാണ് ഈ ഒരു പോണ്ടിൻ്റെ 4 ഏരിയയിലും കൂടി കവർ ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ ഇവിടെ കാണാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വളരെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന അരാപ്പയ്മ. ഏകദേശം ഒരു 5 അടി അടുത്ത നീളമുണ്ട്. കണ്ടാ അടിപൊളിയായിട്ടുള്ള നല്ല സൈസായിട്ടുള്ള അരാപ്പയ്മയാണ്. ഈ കിടക്കുന്നതാണ് പടിക്കിണർ. അതായത് പരമ്പരാഗത കാലത്തൊക്കെ പടിക്കിണർ പോലെ അതേ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആക്രമണകാരിയായ മുതല മത്സ്യം. 2-3 ഉണ്ട് ഇതിൽ. കാണാനൊക്കെ മുതലയുടെ പോലെ തന്നെ ഇരിക്കുന്നത്. കണ്ടാ ഗ്ലെയർ അടിക്കുന്നുണ്ട് ഈ വെളിച്ചത്തിൻ്റെ, അതുകൊണ്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൽ മാക്സിമം ശ്രമിക്കാം നമുക്ക് കാണിച്ചു തരാനായിട്ട്. പിന്നെ ഇതിനെ തൊടാൻ പാടില്ലെന്ന വെള്ളത്തിലൊന്നും ടച്ച് ചെയ്തെന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം അത്രയും അപകടകാരിയാണ്. നിങ്ങളീ കാണുന്നതാണ് ഏറ്റവും വലിയ വേരൂന്നി, അതായത് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു ലിവിങ് ട്രീ എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഇതിൻ്റെ വേരുകളാണ് ഈ കാണുന്നതൊക്കെ. ഉണ്ടാ ഏറ്റവും വലുതാണ്. ഇതിൻ്റെ മുകളിൽ അവരൊരു ഏറുമാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നോക്കാം. കയറാൻ കുറച്ച് റിസ്ക്കിയാണ്, എന്നാലും കയറി നോക്കാം. കണ്ടാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കയറാം. 2 കോണിയുണ്ട്. ഒരെണ്ണം ഈ കോണി, മറ്റേത് ഇവിടെ ഇപ്പോഴത്തെ അടിയിലൊരു കോണി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കോണി കൂടെ കയറാം. നല്ല ഈസിയാണ്, നല്ല അടിപൊളി ഒരു ഏറുമാടം തന്നെയാണ്. ഇപ്പം എൻ്റെ പ്രിയതമ്മ ഇതേപോലെയാണ് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്, പെണ്ണുങ്ങളെ കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാണ് കയറാനായിട്ട്. വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല വ്യൂ കിട്ടും. നല്ല അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. എന്താ ഇതാണ് ഇതിൻ്റെ വ്യൂ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വീട് കയറാനായിട്ട് ഇവിടെ വേറെ പടിയുണ്ട്, സെപ്പറേറ്റ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കയറാം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറാം, പക്ഷെ പിടിച്ച് കയറിക്കോളെന്നുള്ളൂ. അപ്പുറത്തെ പിടിക്കാനുള്ള ഗ്രില്ലും കമ്പിയും കയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എത്ര ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കയറാം. ഉണ്ടാ ഇത്രയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടൊക്കെ. ഇതാണ് എൻ്റെ ടോപ്പ് സ്റ്റേഷൻ. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഫുൾ ഏരിയ കാണാം, നല്ല രസമുണ്ട്. അടിപൊളി ഏറുമാടം, അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. കണ്ടാ
ഏകദേശം ഹോൾ മൊത്തം ഏരിയ ഇവിടുന്ന് കവറാവും. ഉണ്ടാ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴായാലും ചെറിയ കൈവരി പോലെ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും വീഴൊന്നുമില്ല, നോക്കി നിന്നാൽ മതി. പിന്നെ കുട്ടികളെ കൊണ്ട് കയറൽ റിസ്ക്കാണ്. വേണ്ട ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പുകൾ. പിന്നെ താഴെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുതല മീൻ കുളം ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാ അവന്മാർ റെഡിയാണ് പിടിച്ചടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്, നോക്കി കണ്ട് നിൽക്കാം. ഇതിനായിട്ട് അവിടെ വേത്തുകുട്ട എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ തേവാ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് വേത്തുകുട്ട. അതിൻ്റെ തന്നെ വേറൊരു മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു സെറ്റപ്പ്. ചവിട്ടി തേവണ ഒരു സംഭവമാണ്. കണ്ടാ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചവിട്ടാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക ചാടിപ്പോവും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കയറ് കെട്ടി വലിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഈ സംഭവം ഉണ്ടടാ. ഇത് നമുക്കൊരു തൊട്ടിൽ പോലെ വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ കയറിടും, എന്നിട്ടാണ് ഇങ്ങനെ വലിക്കാറുള്ള സംഭവം. പിന്നെ നമ്മുടെ ഓരൽ, പണ്ടത്തെ കാലത്തെ ഓരലിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താ മരക്കാകതായി ഓരൽ വെച്ച് ഇങ്ങനെ കുത്തണ ടൈപ്പ്. ഇവിടെ ഒരു അരക്കല്ല സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കും. തേങ്ങയൊക്കെ അരയ്ക്കാനുള്ള ഉപയോഗിക്കുന്നത്. തേങ്ങ മാത്രമല്ല വേറെയും ധാന്യങ്ങളൊക്കെ അരയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ അരച്ചെടുക്കണ അരക്കല്ല്. നമ്മൾ കാണാൻ പോകുന്നത് മുനിയറയാണ്. അതായത് പണ്ട് കാലത്ത് ശിലായുഗത്തിലെ മുനിവരിമാരൊക്കെ ഏകാന്ത പ്രാർത്ഥനയ്ക്ക് തപസ്സിനൊക്കെ വേണ്ടി പറകൊണ്ട് തീർത്ത അറകളുകൊണ്ട് തീർത്ത ഒരു മുനിയറ എന്ന് പറയുന്ന സംഭവം. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് മുനിയറ. ഇരിക്കാനും പാകത്തിനൊക്കെ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് വരുന്നത് ചെറിയൊരു പോണ്ടിലേക്കാണ്. കണ്ടോ ചെറിയൊരു പോണ്ട്, ഒരു ഏരിയ. മുനിയറയുടെ ഒരു മോഡലാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു കൾച്ചറൽ മ്യൂസിയം പോലെയാണ് കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്യണ ധാന്യമൊക്കെ വയ്ക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. അതേപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലാമ്പ്, നമ്മൾ ബൾബിട്ടാണ്. മുന്നേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ തിരിയിട്ട് കത്തിക്കും. നിങ്ങളീ കാണുന്നതാണ് ഒലക്ക എന്ന് പറയുന്നത്. അതായത് ഉരലിട്ട് ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ഒലക്ക എന്ന് പറയുന്നത്. നമ്മുടെ സ്ഫടിക സിനിമയിലൊക്കെ അച്ഛൻ പറയാറുണ്ടല്ലോ ഒലക്ക, അതാണ് ഈ സംഭവം. പിന്നെ ഇതെന്ന് പറയുന്നത് കാളപ്പൂട്ടാണ്. പണ്ട് കാലത്ത് കാളവണ്ടിയിലൊക്കെ പൂട്ടണത്. അതായത് കാളയുടെ തലയൊക്കെ ഏകദേശം ഇതിൽ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് തലയിട്ട് പൂട്ടും. ആ കാളപ്പൂട്ടാണ് ഈ സംഭവം. പിന്നെ ഇവിടെ വേറൊരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അതെന്താണ് മനസ്സിലാവില്ല. എന്തോ ഒരു സ്റ്റോർ ചെയ്യണ എന്തോ ഒരു ബോക്സ് പോലെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കലപ്പ, തുരുമ്പൊക്കെയാണ്, പക്ഷെ എന്നാലും കലപ്പായിട്ട് തന്നെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉഴ ഉപയോഗിക്കുന്ന കലപ്പ. നമ്മുടെ സ്വർണ്ണപ്പണിക്കാരൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് സ്വർണ്ണമൊക്കെ തൂക്കി നോക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു വെയിങ് മെഷീനാണ്. ഇതെന്താ സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ പറ, അതേപോലെ നമ്മുടെ ഈ മുറുക്കാനൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു പെട്ടി, മുറുക്കാൻ പെട്ടി. നേരത്തെ പറഞ്ഞ പോലെ കാളനൊക്കെ പൂട്ടണ ആ ഒരു സംഭവം തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വരാം. അടിപൊളി കൗതുക പാർക്ക് തന്നെയാണ്. അത്യാവശ്യം മൃഗങ്ങളും മീൻസ് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന രീതിയിലുള്ള ചെറിയ ഓമനിക്കുന്ന കോഴി, പ്രാവ്, വാത്ത, ഗിനിപ്പന്നി, മുയൽ, അങ്ങനെയുള്ള പിന്നെ കുറച്ച് മത്സ്യങ്ങൾ, നല്ല നല്ല വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ അടുത്തറിയാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി നല്ല കാണാൻ കുതിക്കുന്ന നല്ല വീഡിയോകളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.